UDF യുവജന സംഘടനകളുടെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. ഡീൻ കുര്യാക്കോസ് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി കരാറിൽ ഒപ്പുവച്ചു. ആ കരാർ പ്രകാരം വലിയ ഫീസ് വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിനപ്പുറത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തീവട്ടിക്കൊള്ള എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കണ്ടത്. 35% വർധനവുണ്ടായി. ആ 35% വർധനവ് സർക്കാർ മാനേജ്മെന്റുകളുമായി ഒത്തുചേർന്ന് നടപ്പിലാക്കിയപ്പോൾ തന്നെ നമ്മുടെ നിലപാട് നമ്മൾ പറഞ്ഞു. ഈ കരാറിന് പിന്നിൽ വലിയ ഒത്തുകളിയുണ്ട്, ഇതിന് പിന്നിൽ വലിയ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഒരിക്കലും ഒരു ഗവൺമെന്റ്, അതും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, എക്കാലവും സ്വാശ്രയ മേഖലയിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, 5 രക്തസാക്ഷികളെ സൃഷ്ടിച്ചവർ, കേരളത്തിൽ സ്വാശ്രയ സമരത്തിന്റെ ഉപജ്ഞാതാക്കളായി രംഗപ്രവേശം ചെയ്തവർ, അവരെല്ലാം ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ ഒരു നിലപാട് ആരും പ്രതീക്ഷിച്ചില്ല. അന്നേ ഞങ്ങൾ പറഞ്ഞു, ഇതിന് പിന്നിൽ വലിയ അഴിമതിയാണ്. അഴിമതി പണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈപ്പറ്റിയത് കൊണ്ടാണ് ഇപ്രകാരം ഒരു കരാർ വന്നത്. പക്ഷേ സമരം ആരംഭിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു, ഈ സമരം അത് ഏറ്റവും ന്യായമാണ്. കാരണം ഇത്രമാത്രം വലിയ ഫീസ് വർധനവ് ആർക്കും അംഗീകരിക്കാനാവില്ല. ഗവൺമെന്റ് ഫീസ് കുറയ്ക്കാൻ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. സമരവുമായി മുൻപോട്ട് പോയി. സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. നിരാഹാര സമരം 8 ദിവസം പിന്നിട്ടപ്പോൾ കേരളത്തിന്റെ പോലീസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നരനായാട്ട് സമൂഹത്തിന്റെ വലിയ ശ്രദ്ധ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല എന്നതിന് കാര്യങ്ങൾ വന്നപ്പോൾ ഫീസ് കുറയ്ക്കണമെന്ന സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേൽ വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു ഫീസ് കുറയ്ക്കും. മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തിയ മേൽ വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു ഫീസ് കുറയ്ക്കും. മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തി ഫീസ് കുറയ്ക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് മാനേജ്മെന്റുകൾ തന്നെ സ്വയം പറഞ്ഞു, ഞങ്ങൾ ഫീസ് കുറയ്ക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ ആരോപണം ശരിയാണ് എന്ന് തെളിഞ്ഞു. ഈ ഫീസ് വർധനവിന് പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കറുത്ത കരങ്ങളാണ് എന്ന നമ്മുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഫീസ് കുറയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ മാനേജ്മെന്റുകളും ഗവൺമെന്റുകളും തമ്മിൽ ചർച്ച ആരംഭിച്ചു. അവസാനം ചർച്ച കഴിയുമ്പോൾ ആ ഫീസ് വർധനവ് പിൻവലിക്കുമെന്ന് കാത്തിരുന്ന കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർത്ത് മറ്റൊരു തരത്തിൽ ഇന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ കരാറിന് പിന്നിൽ അഴിമതി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഫീസ് കുറയ്ക്കാത്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷവും ഈ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കൈകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ CPIM നേതൃത്വം പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് മന്ത്രി. അതുകൊണ്ടാണ് ഈ കരാറിൽ നിന്നും പിന്മാറാൻ ഇവർ തയ്യാറാകാത്തത്. യുവജന സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ച് ഡീൻ കുര്യാക്കോസ് സംസാരിക്കുകയായിരുന്നു.